ദൈവ സാന്നിധ്യമുള്ള, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കണം എന്ന് പുതിയ നിയമസഭയ്ക്ക് ദൈവം അടിസ്ഥാനപരമായ ഉപദേശം കൊടുക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയായാലും അവിശ്വാസിയാണാലും ആരാധനയിൽ കടന്നു വരുമ്പോൾ അവിടെ ഒരു ദൈവ പ്രവൃത്തി നടക്കും. ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. അവിടെയാണ് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ഒരു വ്യക്തിയിലല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങും. അതുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നത്. ആരാധനയിൽ ഒരുപക്ഷെ നിനക്ക് ആരാധിക്കാൻ അറിയത്തില്ലെങ്കിലും ആ കൂട്ടത്തിൽ നിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു പ്രസൻസ് ഉണ്ടാകും. ആമേൻ. ഞങ്ങള് പഴയ കാലങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ കർത്തദാസന്മാർ അഭിഷേകം പ്രാപിച്ച 2 പേരുടെ ഇടയ്ക്കൽ അഭിഷേകം പ്രാപിക്കാത്തവനെ പിടിച്ചിരുത്തുമായിരുന്നു. അഭിഷേകം പ്രാപിച്ച 2 പേരുടെ ഇടയ്ക്ക് ആരെ കൊണ്ടിരുത്തും? അഭിഷേകം പ്രാപിക്കാത്തവനെ പിടിച്ചിരുത്തും. ആ ദേവദാസന്മാർ പറയുമായിരുന്നു, അവരുടെ അന്നത്തെ നോളജിൽ അവർ പറയുന്ന, എടാ ഈ കമ്പ് കത്തുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പച്ചക്കമ്പ് ഇടുന്ന അതും എന്ത് ചെയ്തോളും? കത്തിക്കോളും എന്ന് പറയായിരുന്നു. ഞങ്ങൾക്ക് അന്നതൊക്കെ അതൊക്കെ വലിയ സന്തോഷമായിരുന്നു സ്വീകരിക്കാൻ. അപ്പം അന്ന് ചെറുപ്പക്കാര് പിള്ളേരെ എല്ലാം അപ്പച്ചന്മാരെ, അച്ചായന്മാരെ, അമ്മാമ്മമാരെ ഇടയ്ക്ക് കൊണ്ടിരുത്തും. ഇന്നാണ് ഇരിക്കും. അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഇല്ല. അവരുടെ കൂടെ ഇരിക്കത്തുള്ളൂ. ആമേൻ. അച്ചായന്മാരുടെ ഇടയ്ക്ക് ആരെങ്കിലും ചെറുപ്പക്കാർ പിള്ളേർ കയറി വഴിതെറ്റി വന്നു പോലെ അബദ്ധം പറ്റി വന്നിരുന്നാലായി ഇരിക്കുവോ? നോക്കൂ ആരായിരിക്കുന്നത്. അന്ന് അങ്ങനല്ല. ഉപദേശിമാരെ പിടിച്ചിരുന്ന് ഇരിടാവണമെന്ന് പറയും. ഇരിക്കും. ആരാധന തുടങ്ങും. കത്തും. തീ കത്തി. ഇവൻ ഉണക്കം പച്ചക്കം പാന്നാൽ ഇവനും ചെയ്യും. ഇവനും കത്തും. ഇവനും പ്രവചിക്കും. ഇവനും അഭിഷേകമുള്ളവനായി മാറും. ഇവനും തീരുമാനമെടുക്കും സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ആമേൻ. ഇങ്ങോട്ട് വന്നപ്പോ ആരായിട്ടാ വന്നത്? പച്ചക്കമ്പായിട്ടാ പോകുന്നത്. ഇറങ്ങുന്നത് എപ്പാന്നറിയാ? തീക്കമ്പായിട്ടാണ് ഇറങ്ങുന്നത്. ആമേൻ. ഹല്ലേലൂയ. അന്ന് ഇതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആന്റി വിളിച്ചു. ആന്റിയുടെ ഇടയ്ക്ക് ഞാൻ വരുന്നല്ലോ അമ്മേ. അമ്മമാർ പറയും പോയിരടി ആന്റിയുടെ അപ്പുറത്ത് പോയിരിക്കാൻ പറയും. ആന്റി ചെവി പൊട്ടുന്ന അന്യഭാഷയല്ലേ പറയുന്നത്. വെട്ടിക്കെട്ട് അന്യഭാഷ ഇങ്ങോട്ട് വരുമ്പം അറിയാതെ എന്ത് ചെയ്യും? കൈയടിക്കും. ഇവിടെന്തോ തൂങ്ങോ ഉറങ്ങോ ഒന്നും അറിയത്തില്ല. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പോയി വീട്ടിൽ പോയി. യോഗത്തിന് പോയായിരുന്നു. എത്ര നാളായി പോയിട്ട്? 20 വർഷമായെന്നേ. ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ. ആമേൻ. ഈ ആരാധന എന്ന് പറയുന്നത് ചില പച്ചക്കമ്പുകൾ കത്താനായിട്ട് ദൈവം പുതിയ നിയമസഭയ്ക്ക് വെച്ചിരിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് വർഷിപ്പ് എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത്. ആമേൻ. എൻ്റെ ദൈവമക്കളെ, ആരാധനയിൽ തീ കത്തണം. ആരാധനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങണം. ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ആരാധന നടക്കുമ്പോൾ ഉണ്ടല്ലോ, ആമേൻ, കത്തേണ്ടത് കത്തും, മാനസാന്തരപ്പെടേണ്ടത് മാനസാന്തരപ്പെടും. ആമേൻ. ചിലത് തീരുമാനങ്ങൾ എടുക്കും, ചിലത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടും, ദൈവ സാന്നിധ്യമുള്ളവരായി മാറും. ആമേൻ. കല്ലായതിലേക്ക് ഹൃദയം ഉണ്ടല്ലോ, മാംസളമാകുന്ന ഹൃദയമായി മാറും. കാരണം ഒരു വ്യക്തി അപ്പുറത്തിരിക്കുന്ന വ്യക്തികളിലല്ല, ആമേൻ, അവരിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച സഭയ്ക്കകത്തുണ്ടാകും. ആമേൻ. ഇത് തന്നെയാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു വെച്ചിരിക്കുന്നത്. ആരാധന ഫാഷനല്ല. ആരാധന എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതായ ഒരു കർത്തവ്യമല്ല. ആരാധനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങണം, അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങണം. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ പ്രസൻസ് ആമേൻ വരുവാൻ തക്കവണ്ണം ഒരു പ്രിപ്പറേഷൻ ആര് ചെയ്തു കൊടുത്തു? സക്കായി. യേശുവിന്റെ സാന്നിധ്യം അറിയാൻ തക്കവണ്ണം അവൻ തന്നെ പ്രിപ്പയർ ആയി. കാരണം എന്താണ്? അവൻ ആരായിരുന്നു? കുള്ളനായിരുന്നു. അവൻ ആളിൽ കുറിയവനായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേരുണ്ട് നല്ല നീളമുള്ളവര്? നമ്മുടെ 7 അടി നീളമല്ല ഞാനീ പറയുന്നത്.
6 അടി നീളത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നീ യോഗ്യനാണെന്ന് പറയാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോന്ന് എഴുന്നേറ്റ് നിന്നേ. നമ്മൾ ആരെങ്കിലും യോഗ്യരായിരുന്നോ ദൈവമക്കളെ? നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചർ അല്ല ഞാനിവിടെ പറയുന്നത്. ഒരു യോഗ്യതയും ഇല്ലാത്തവരായി പാപികളായിരുന്ന എന്നെയും നിന്നെയും യോഗ്യനാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ക്രിസ്തു നിനക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഞാനൊരു സത്യം ഓർപ്പിക്കട്ടെ, നമ്മൾ മിടുക്കന്മാരായതല്ല, കർത്താവ് നമ്മളെ മിടുക്കരാക്കി മാറ്റിയതാ. നമ്മൾ യോഗ്യന്മാരായി മാറിയതല്ല, ദൈവം നമ്മളെ യോഗ്യരാക്കി മാറ്റിയതാ. ആമേൻ. ആ യോഗ്യരാക്കി മാറ്റുവാൻ തക്കവണ്ണം സക്കായി എന്തോ ചെയ്തു? അവന് മനസ്സിലായി, ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഞാൻ കുള്ളനാണ്, ഞാൻ ആളിൽ കുറിയവനാണെന്ന് ആർക്ക് മനസ്സിലായി? അവന്റെ ഈഗോയിസം അവിടെ തീർന്നു. ആമേൻ, ആമേൻ. ആ മരത്തെ കയറി. അവനറിയാം, ഈ യേശുവിനെ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ മരത്തെ കയറിയാലേ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ജീവിതയാത്രയിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകാത്തോടത്തോളം കാലം എത്ര പ്രസംഗം കേട്ടാലും, എന്തെല്ലാം എത്ര പ്രാവശ്യം യേശു നിന്റെ വഴിയോരം കടന്നു പോയാലും, ഈ തെരുവീതിയിൽ കൂടി പല പ്രാവശ്യം യേശു പോയിട്ടുണ്ട്. ഈ ഒരു യാത്രയിൽ അല്ല സക്കായി യേശുവിനെ കാണുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം യേശു വഴിയിൽ കൂടെ പോയിട്ടുണ്ട്. അന്നൊന്നും ഈ സക്കായി ഈ അത്തിയിൽ കയറിയിട്ടില്ല. ഇന്ന് അവൻ തീരുമാനിച്ചു, ഞാൻ ഈ അത്തിയെ കയറാൻ പോവാ. കാരണം എന്തായി? അവന് മനസ്സിലായി, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ഞാൻ തീരുമാനിക്കണം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രോസസ്സിൽ കൂടി പോകുവാനും ഒരു ഫൈനൽ പ്രോഡക്റ്റ് നല്ലതായി മാറണമെന്നും ഞാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. Until and unless if I am not having a desire to change, I will never change. Amen. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്കൊരു മാറ്റം ഞാൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തിടത്തോളം കാലം പാസ്റ്റർ എത്ര തൊണ്ട കയറി പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. എത്ര ഉണർവ് യോഗം നടന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. ഇവിടെ ആരെല്ലാം അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നീ അഭിഷേകം പ്രാപിക്കത്തില്ല. ആമേൻ. നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നീ ആത്മാവിനാൽ നിറയപ്പെടത്തില്ല. എനിക്കൊരാഗ്രഹം ഉണ്ടാകണം, എനിക്ക് അന്യഭാഷ ദൈവത്തെ ആരാധിക്കണം, എനിക്ക് ദൈവത്തിന്റെ ദർശനങ്ങൾ കാണണം, എനിക്ക് ശുശ്രൂഷയിൽ വളർന്നു വരണം, ഞാൻ രോഗികളുടെ മേൽ കൈവച്ചാൽ അവൻ സൗഖ്യം പ്രാപിക്കണം, എന്നിൽ കൂടി ദൈവരാജ്യം വളരണം, എന്നിൽ കൂടി സുവിശേഷം ഉണ്ടാകണം, എന്നിൽ കൂടി രോഗികൾക്ക് വിടുതൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്തിടത്തോളം കാലം അതുണ്ടാകത്തില്ല. ആമേൻ. എത്രയോ പേരുടെ മേൽ പ്രവചന ശുശ്രൂഷ ദൈവം കൊടുത്തിട്ട് അവർ പ്രവചിക്കാത്തത് കൊണ്ട് പ്രവചനം നിന്നു പോകുന്നു. ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ദൈവം ദർശനം കാണിച്ചിട്ട് ആ ദർശനം പറയാതിരിക്കുന്നത് കൊണ്ട് ആ ദർശനത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ദൈവമക്കളെ, നമ്മൾ ദർശകരായി ലോകം മാറ്റുകയല്ല, ദൈവമാണ് നമ്മളെ ദർശകരായി മാറ്റുന്നത്. ലോകമല്ല നിന്നെ ഒരു പ്രോഫറ്റാക്കി മാറ്റുന്നത്, കർത്താവാണ് നിന്നെ പ്രോഫറ്റാക്കി മാറ്റുന്നത്. ആമേൻ. ലോകം നിന്നെ പ്രോഫറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ പ്രോഫറ്റ് ആകുന്നില്ല. നീ ഒരു പ്രവാചകനായി മാറുന്നത് ദൈവ ശബ്ദം നിന്റെ വായിൽ കൂടി വെളിയിൽ വരുമ്പോഴാ. അതിന് ഞാനും നിങ്ങളും അവൈലബിൾ ആകാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സക്കായി തീരുമാനിച്ചു, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. എന്നെ ഈ യഹൂദന്മാരെല്ലാം നിന്ദിക്കുന്നുണ്ട്, എന്നെ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, ഞാൻ ആളിൽ കുറിയവനാ, ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്തവനാ, സൗന്ദര്യം ഇല്ലാത്തവനാ, കാശുണ്ട്, പക്ഷെങ്കിൽ ആർക്കും എന്നെ അംഗീകാരമില്ല, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ആമേൻ. അവന്റെ ആ തീരുമാനത്തിന് മേൽ അവൻ ഒരു സ്റ്റെപ്പ് എടുത്തു. He took a process, climbed on the tree. യേശു ആ അത്തിമരത്തിന്റെ ചുവട്ടി വന്നിട്ട് സക്കായെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങ് ഇറങ്ങി വാ. വചനം പറയുന്നത് അവൻ വേഗത്തിൽ ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനല്ലേ യേശു അവനോട് പറഞ്ഞത്? നീ വേഗത്തിൽ ഇറങ്ങി വാ. അപ്പം റിപ്പൻഡൻസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 വീഡിയോ വലിക്കുന്നവൻ 5 വീഡിയോ ആയിട്ട് കുറയ്ക്കുന്നതല്ല മാനസാന്തരം എന്ന് പറഞ്ഞാൽ.
10 കള്ളം പറയുന്നവൻ ഒരു കള്ളം പറയുന്നതല്ല. ആമേൻ. തീർത്തും ഉണ്ടാകുന്ന ഒരു മാറ്റം. എബൌട്ട് ടേൺ. ഇന്നലെ വരെ പോയ ഡയറക്ഷനിൽ നിന്ന് തിരിയണം, യു ടേൺ എടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് റിപ്പന്റൻസ്. ഇന്നലെ വരെ ഞാൻ പോയ വഴിയെ പോയിട്ട് ഗ്രാജുവലി ഞാൻ കർത്താവിനെ അറിയാമെന്ന് പറഞ്ഞ കർത്താവിന് നിന്നെ വേണ്ട. യേശു പറയാ, കുഞ്ഞെ നിന്റെ വീട്ടിൽ ഞാൻ വരണോ, നീ ഇറങ്ങി വാ. Until and unless if you are not ready to come down from the tree, I will not come to your house. ദൈവമക്കളെ, പലപ്പോഴും നമുക്കൊരു സബ്മിഷൻ ഇല്ല. വചനം വ്യക്തമായി പറയുന്നു, സബ്മിറ്റ് യുവർസെൽഫ് അണ്ടർ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്, ദ ഡ്യൂ ടൈം ഹി വിൽ ലിഫ്റ്റ് യു അപ്പ്. നമ്മളെ താഴാൻ തയ്യാറാകാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആമേൻ. എത്ര വലിയവനായാലും, നീ എത്ര കോടി പണം ടാക്സ് പിരിച്ച് റോമൻ ഗവൺമെന്റിന് കൊടുത്താലും, നീ ഇറങ്ങി വരാൻ തയ്യാറാകാത്തിടത്തോളം കാലം ക്രിസ്തുവിന് നിന്റെ വീട്ടിൽ വരാൻ പറ്റത്തില്ല. ആമേൻ. സക്കായി പറഞ്ഞില്ല, യേശു പൊക്കോ, ഞാൻ പുറകെ വരാമെന്നല്ല പറഞ്ഞത്. സക്കായി വേഗത്തിൽ ആ അത്തിമരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. ഇന്ന് പകൽ ഒരു ദൈവജനത്തിന്റെ ജീവിതത്തിന്റെ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബൌട്ടാണ്. ഗ്രാജുവൽ ഉണ്ടാകുന്ന മാറ്റമല്ല, പോകട്ടെ കുറേച്ച അല്ല. ദൈവ സന്നിധാനത്തെ പോട്ടനെ പോലെ ദൈവത്തെ വിശ്വസിക്കാൻ നീ ഒന്ന് ഇറങ്ങി തിരിച്ചേ. ചില തീരുമാനങ്ങളൊന്ന് എടുക്കാൻ നീ ഒന്ന് തീരുമാനിച്ചേ. ദൈവം നിന്റെ ഈഗോയിസം എല്ലാം മാറ്റി നിന്നെ അംഗീകരിക്കാത്ത ജനത്തിന്റെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്താൻ ദൈവശക്തനാ. യേശു പറഞ്ഞില്ല, നീ പൊക്കോ മോനെ, ഞാൻ പുറകെ നിന്റെ വീട്ടിൽ വരാമെന്നല്ല പറഞ്ഞേ. യേശു നേരെ അവന്റെ വീട്ടിലോട്ടാ പോയത്. ആമേൻ. ഹല്ലേലൂയ. യേശു നേരെ അവന്റെ വീട്ടിലോട്ടാ പോയേ. അത് കണ്ടതായ യഹൂദന്മാർ എന്താ പറഞ്ഞത്? നോക്കിക്കേ, കണ്ടോ യേശു എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞേ? പാപിയായ മനുഷ്യനോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശു പോന്നു. ദൈവമക്കളെ, ഈ പ്രോസസ്സാണ് അവനെ യഥാർത്ഥമായ ഒരു സുവിശേഷകനായി മാറ്റുന്നത്. ക്രൈസ്റ്റ് എന്ന പേഴ്സണാലിറ്റി നിന്റെ വീട്ടിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഞാനും നിങ്ങളും എടുക്കുന്ന തീരുമാനം അത് ദൈവസന്നിധാനത്തിൽ പെർഫെക്റ്റ് ആയിരിക്കണം. അവൻ കർത്താവിനോട് എന്താ പറഞ്ഞേ? അതിന്റെ 4-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? ആ ആ ആ ആ അടുത്ത വാക്യം. ആ പുറത്തു. ആ ആ എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ആർക്ക് കൊടുക്കാം? ദരിദ്രർക്ക് കൊടുക്കാം. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ഇവന്റെ കൈ വല്ലതും ഉണ്ടോ? ഇവന്റെ വസ്തുവിന്റെ പാതി ആർക്ക് കൊടുത്തു? ദരിദ്രർക്ക് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് ചതിവായി വാങ്ങിച്ചിട്ടുള്ളതിന്റെ 4 മടങ്ങ് ആർക്ക് കൊടുക്കാം? ഞാന് മടക്കി കൊടുത്തോളാം. ഒരു യഥാർത്ഥ മാനസാന്തരമുണ്ടായ ഒരു വ്യക്തി ആർക്കും കടപ്പാടുള്ളവനായിരിക്കത്തില്ല. എനിക്കറിയാം ആമേൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കർത്താവിനോട് നീ കടപ്പാടുള്ളവനായിരിക്കത്തില്ല. കർത്താവിന് കൊടുക്കേണ്ട നീ കർത്താവിന് കൊടുത്തിരിക്കും. ആമേൻ. കൈസർക്കുള്ളത് നീ കൈസർക്ക് കൊടുത്തിരിക്കും. ആരുടെയും ചതിച്ച് ഒന്നും നീ സമ്പാദിച്ചു വെക്കത്തില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരു മനുഷ്യന്റെയും കണ്ണീര് നിന്റെ തലമേൽ ഇരിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതമല്ലാത്ത 1 രൂപ നിന്റെ കയ്യിൽ വരത്തില്ല. കാരണം നീ യഥാർത്ഥമായി എന്ത് ചെയ്തവനാ?
മാനസാന്തരപ്പെട്ടവനാ. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ സ്വത്തല്ല ആർക്ക് പോകും? ദരിദ്രർക്കും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും. ഈ ഒറ്റ വാക്ക് ഞാൻ പറയാം, ഏറ്റവും മിടുക്കൻ ആരാണെന്നറിയോ? 5 പൈസ പിള്ളേർക്ക് ചേർത്ത് വെക്കാത്തവനാ. ഒറ്റ പൈസ പിള്ളേർക്ക് ചേർത്ത് വെക്കാതെ ഉള്ളതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തിട്ട് അക്കരെ നാട്ടിൽ പോകുന്നവനാ ഏറ്റവും ഭാഗ്യവാൻ. ആമേൻ. എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ ഹല്ലേലൂയ കിട്ടാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതൊക്കെ കർത്താവിന് വേണ്ടി കൊടുക്കുക. നിങ്ങൾ ഏതാണ്ട് പഠിച്ചിട്ടോ സമ്പാദിച്ചിട്ടോ ആണോ നിങ്ങൾ ഇത്രയും ആയത്? ദൈവം നിങ്ങൾക്ക് തന്നതല്ലേ? നിങ്ങൾക്ക് തന്നതിന് 4 ഇരട്ടി നിന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ ദൈവം ശക്തനാ. നീ കർത്താവിനെ ഒന്ന് ഹോണർ ചെയ്തേ. ദൈവത്തിന് വേണ്ടി നീ നിലനിന്നേ. ദൈവം നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കാതെ പോകത്തില്ല. നിന്റെ തലമുറ അനുഗ്രഹിക്കാതെ പോകത്തില്ല. അവർക്ക് വേണ്ടി ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനല്ല, കർത്താവിന് വേണ്ടി കഷ്ടപ്പെടാനാ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ, ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പോകട്ടെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സക്കായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വല്ലതും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം? 4 മടങ്ങ് മടക്കി കൊടുക്കാം. ഇത്രയും വലിയ ഒരു മാനസാന്തരം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടായ കാര്യം, he prepared a way for Christ to get into his house. തൻ്റെ വീട്ടിലേക്ക് യേശു വരണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും യേശുവിനെ കാണണം എന്നുള്ളതായ ഒരു വഴി ആരുണ്ടാക്കി വെച്ചു? സക്കായി ഉണ്ടാക്കി വെച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് തീരുമാനിച്ച്, ആർ യു പ്രിപ്പയർഡ് ദ വേ ഫോർ ക്രൈസ്റ്റ് ടു ഗെറ്റ് ഇൻ യുവർ ഹൗസ്? നിന്റെ വീട്ടിലേക്ക് യേശു വരാനായിട്ടുള്ള ഒരു വഴി നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? യേശുവിനെ കാണാൻ ദൈവപൈതലെ നീ ആഗ്രഹിക്കുന്നുവെന്നെങ്കിൽ ഞാൻ ഇന്ന് ആത്മാർത്ഥമായ ദൈവമക്കളോട് പറയാം, അവൻ നിന്റെ വീട്ടിൽ വന്നിരിക്കും. നിന്നോടുകൂടെ അവൻ മേശയിലിരിക്കും. അവൻ നിന്നോടുകൂടെ ആഹാരം കഴിക്കും. മറ്റുള്ളവർ നിന്നെ നോക്കി പറയും, ഇവൻ പാപി എന്ന് പറയും. ആമേൻ. ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ഇവിടെ പലരെ നോക്കി പാപി എന്ന് ലോകം വിശേഷിപ്പിച്ചവരുണ്ട്. ഞാൻ പാപി എന്ന് പറഞ്ഞതായ ഒരു ലോകമുണ്ട്. എന്നെ പാപിയായിരുന്ന സ്ഥാനത്തുനിന്ന് എന്നെ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തിൻ്റെ പുത്രനാക്കി മാറ്റുവാൻ തക്കവണ്ണം എൻ്റെതായ യാതൊരു മിടുക്കുമല്ല, കർത്താവായ യേശുവാണ് എന്നെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ അവസ്ഥയെ മാറ്റാൻ മാത്രമല്ല, ആമേൻ, നിന്റെ ജീവിതത്തെ മൊത്തമായി മാറ്റാൻ യേശുവിന് കഴിയും. ഏത് മണ്ഡലത്തിൽ നീ ആമേൻ പ്രോസസ്സിൽ കൂടെ പോയിട്ട് ഒരു മാറ്റമില്ലാത്തവനായി കഷ്ടപ്പെടുന്നതായ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അരികിലേക്ക് വാ. യേശു പറയാ, ആമേൻ, നീ മരത്തിൽ നിന്ന് കീപ്പോട്ട് ഇറങ്ങാൻ, ഞാൻ മരത്തിലോട്ട് കയറാൻ പോവുക. ആമേൻ, ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്രൂശിലേക്കൊന്ന്, ഈ പച്ച പൈബര കുരിശിലേക്ക് ഞാനൊന്ന് കയറാൻ പോവുക. ആമേൻ. എന്തിനാണെന്നറിയോ? നിന്നെ പോലെ ചിലതിനെ കൂടെ എനിക്ക്, ആമേൻ, ഈ ചില ചുങ്കക്കാരെ കൂടെ എനിക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം? അവൻ്റെ ഭവനത്തിലേക്ക് എനിക്കൊന്ന് കടന്നു ചെല്ലണം. യേശു പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെൻ്റെ ശബ്ദം കേൾക്കും. എനിക്കറിയാം ഇതൊരു കൺവെൻഷൻ പ്രസംഗമല്ല, പക്ഷെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഹൃദയത്തിൽ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തുവെങ്കിലും വ്യക്തമായി ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകാത്ത ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിക്കപ്പെടാം. കർത്താവേ, ഐ നീഡ് എ റിപ്പൻറ്റൻസ്. എനിക്ക് റിപ്പൻറ്റൻസ് ഉണ്ടായാൽ മാത്രമേ ഞാൻ കർത്താവിന് വേണ്ടി ചെലവിടത്തുള്ളൂ. എനിക്ക് റിപ്പൻറ്റൻസ് ഉണ്ടായാൽ മാത്രമേ ഞാൻ കർത്താവിന് അവൈലബിളായി മാറത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഈഗോയിസം എന്നെ തന്നെ വലുതാക്കി ഞാൻ ആരാണ്ടാണ്, ഞാൻ ഏതാണ്ടാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ വലിയവനായി മാറുവാൻ ഞാൻ പരിശ്രമിക്കും. കുഞ്ഞെ, ഇന്ന് പകൽ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കാം, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ല എന്ന് ദൈവസന്നിധാനത്തിൽ നമ്മൾ അടിയറ പറയും. അടിയറ പറയുന്നവൻ്റെ ഭവനത്തിൽ യേശു വരും. അടിയറ പറയുന്നവനെ ഇന്നലെ വരെ ടാക്സ് കളക്ടറായി കണ്ടെങ്കിൽ, ഇന്നലെ വരെ പാപിയായി കണ്ടെങ്കിൽ, ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ സക്കായിയെ പറ്റി ലോകമെങ്ങും പ്രസംഗിക്കുന്നുണ്ട്. കാരണം എന്തെന്നറിയോ? അവൻ യേശുവിന് വേണ്ടി ഒരു വഴി ഒരുക്കി. യേശുവിനെ കാണുവാൻ അവനൊരു വഴി ഒരുക്കി. ഇന്ന് പകൽ ഞാനും നിങ്ങളും മാറ്റപ്പെട്ടാലും
നമ്മൾ ഉയർത്തിയതാണ് ക്രിസ്തുവിൻ്റെ ശബ്ദം. നമ്മളിൽ കൂടി ചിലരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായ സാക്ഷ്യങ്ങൾ ഉയരുവാൻ ഇടയാകുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ആത്മീക ജീവിതം കൊണ്ട് യാതൊരു വിധമാകുന്ന ആമേൻ അനുഗ്രഹവും ലോകത്തിനും ദൈവരാജ്യത്തിനും സംഭവിക്കത്തില്ല. ക്രിസ്തു നമ്മളെപ്പറ്റി ആഗ്രഹിച്ചിരിക്കുന്നത് എന്താ? എന്നിൽ കൂടി നമ്മളിൽ കൂടി ലോകം ക്രിസ്തുവിനെ അറിയണം. വി ഷുഡ് ബി എ ലൈറ്റ് ഹൗസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ വെളിച്ചമായി മാറണം. ഇന്നത്തെ നമ്മുടെ അവസ്ഥ പ്രോസസ്സ് എന്താണെന്നറിയോ? ലോകം നിന്നെ ഒരു പാപിയായിട്ട് കാണുന്ന, ലോകം നിന്നെ ചുങ്കക്കാരനായിട്ട് കാണാം, ടാക്സ് കളക്ടറായിട്ട് കാണാം. പക്ഷെങ്കിൽ കർത്താവിന് നിന്റെ ആ അവസ്ഥയ്ക്കുന്നൊരു മാറ്റം വരുത്തി വേറെ ലെവലിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ആഗ്രഹമുണ്ട്. എത്ര ദൈവമക്കൾക്ക് ഇഷ്ടമുണ്ട് ക്രിസ്തുവിൻ്റെ പ്രയോജനമുള്ളവനായി ഞാൻ മാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയിലേക്ക് ഞാൻ കയറുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് ഏത് മനുഷ്യന്റെ അവസ്ഥയെ മാറ്റാൻ പറ്റും. ആരംഭത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അവൻ ആളിൽ കുറിയവനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ ഭവനത്തിലേക്ക് ആര് പോവുക? യേശു പോവുക. പക്ഷെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ചുങ്കക്കാരനായ സക്കായിയുടെ വീട്ടിൽ പോകാൻ ഒറ്റ യഹൂദനും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആര് പോകാൻ റെഡിയായി? യേശു പോകാൻ റെഡിയായി. ഇന്ന് പകലിൽ യേശു നിന്റെ വീട്ടിൽ വരാൻ ആഗ്രഹമുണ്ട്. യേശുവിന് നമ്മുടെ വീട്ടിൽ വരാൻ ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹത്തോടെ ചോദിക്കുക, എത്ര പേർക്ക് ഒരു മാനസാന്തരത്തിന്റെ ആഗ്രഹമുണ്ട്? ഐ നീഡ് ജീസസ് ഇൻ മൈ ഹൗസ്. ഐ ഹാവ് ടു ഹാവ് എ ടേബിൾ വിത്ത് ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തുവിനോട് ചേർന്ന് ഒരു മേശയിൽ ഇരുന്നൊന്ന് ഭക്ഷിക്കണം. ആഗ്രഹമുണ്ടോ? ആരാധനയിൽ ദൈവസാന്നിധ്യം ഇറങ്ങും. നീ ദൈവസമൂഹത്തിൽ കടന്നു വരുമ്പോൾ, സഭായോഗത്തിന് വരുമ്പോഴോ ഏത് കൂട്ടായ്മയിൽ കടന്നു വരുമ്പോഴും, ദൈവമക്കളെ ഇവിടെ വന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കർത്തൃദാസന്മാർ, പ്രിയ കുഞ്ഞുങ്ങൾ ആരുമാകട്ടെ, അവർ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അവരെ കാണാനോ മ്യൂസിഷ്യൻസിനെ കാണാനോ അവരെന്ത് പറയുന്നു അതൊന്നും അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. എൻ്റെ ദൈവമേ, എനിക്കിന്ന് നിന്നെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. I want to see you. I want to see you. I want to feel thy presence. അതിനാണ് ആരാധന സഭകളിൽ നടത്തുന്നത്. അതിനാണ് ദൈവവചനം സഭകളിൽ ഘോഷിക്കുന്നത്. ഇത് കേട്ടിട്ട് 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 ഓക്കെ ഞാൻ പുറകെ വരാം എന്നല്ല നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കേണ്ടത്. ഇപ്പം ഞാൻ തയ്യാറാ, ഇപ്പം ഞാൻ തയ്യാറാ, ഇപ്പം ഞാൻ തയ്യാറാ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചില തീരുമാനങ്ങളൊക്കെ മണ്ടത്തരമെന്ന് പലരും പറയും. മണ്ടത്തരമായിട്ടെടുത്ത തീരുമാനം. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പ്രസ്ഥാനത്തിലെ ആരംഭം കുറിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി എ തമ്പി താൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു രാത്രിയിൽ താൻ ദൈവസന്നിധാനത്തിൽ ഒരു ഉടമ്പടി ചെയ്തു, ഒരു തീരുമാനമെടുത്തു. He just took a decision at time when he was in the presence of God. ഞാൻ കർത്താവിന്റെ വേല ചെയ്തോളാം. ഒന്നും അറിയാൻ വയ്യാത്തൊരു മനുഷ്യൻ, നിനക്ക് വേണ്ടി ഞാൻ വേല ചെയ്തോളാം. പ്രസംഗിക്കാൻ അറിയത്തില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനം എന്താണെന്നറിയത്തില്ല, സത്യം എന്തെന്നറിയത്തില്ല. യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി സേവ ചെയ്തോളാം. ആ ഒരൊറ്റ തീരുമാനമാണ് ഇന്ന് ഈ 4000-ൽ പരം സഭകളുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ചത്. ആയിരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആരും പ്രസംഗിച്ചിട്ടില്ല, യേശുവിനെ അറിഞ്ഞു, അത്രേ ഉള്ളൂ. നാളെ എന്ത് ഭക്ഷിക്കുമെന്നോ, നാളെ ഞാൻ എവിടെ പോയി രാപാർക്കുമെന്നോ, നാളെ ഞാൻ എന്ത് വസ്ത്രം ധരിക്കുമെന്നോ ആ മനുഷ്യൻ അറിയത്തില്ലായിരുന്നു. വീട്ടുകാരും ചാർച്ചക്കാരും സകലം തന്നെ തള്ളി എല്ലാരും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കയറി കിടക്കാൻ ഭവനമില്ലാത്തവനായി വഴിയോരങ്ങളിൽ കടന്നു, ബസ് സ്റ്റാൻഡുകളിൽ കടന്നു, രാത്രിയും പകലുമില്ലാതെ സുവിശേഷം പ്രസംഗിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യൻ, 10ാം ക്ലാസ് പാസ്സാകാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ ഉപയോഗിച്ചു. ആയിരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചു.
എഞ്ചിനീയറിംഗ് കോളേജും പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ ആ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പക്ഷെ ഒരു പ്രോസസ്സിൽ കൂടി പോയി കേട്ടോ. ഉപദ്രവം, പട്ടിണി, കഷ്ടം, നഷ്ടം, നിന്ന, അപമാനം. ഇറങ്ങി തിരിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ആരിറങ്ങി തിരിച്ചിട്ടുണ്ടോ? ആരെല്ലാം ഈ പുസ്തകം വിശുദ്ധ കരത്തിൽ എടുത്തിട്ടുണ്ടോ? ലജ്ജിച്ചിട്ടില്ല. ആരെല്ലാം ഈ യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? ആരും ക്ഷീണിച്ചിട്ടില്ല. ഞാനൊരു സത്യം വിളിച്ചു പറയാം. ചില തീരുമാനങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. ആമേൻ. ചില തീരുമാനങ്ങൾ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, എനിക്ക് എന്താ അഭിവൃദ്ധിയുള്ളേ? എൻ്റെ വീട്ടുകാരും സഹോദരങ്ങളൊക്കെ സമ്പന്നന്മാരാണ്, അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. നമ്മളൊരു ഭാഗത്ത് അത് ചിന്തിക്കുമ്പോൾ, ഇന്ന് പകൽ ഞാൻ ദൈവസ്നേഹത്തിലൊരു സത്യം നിങ്ങളോട് ഓർപ്പിക്കട്ടെ. നിങ്ങളറിയാതൊരു അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം മൂലം ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ സാക്ഷി കേട്ട് ഒരു മനുഷ്യനെങ്കിലും മാനസാന്തരപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ പ്രതിഫലം വലിയതാ. ദൈവസന്നിധാനം നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്ന നന്മ വലിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, ഈ സുവിശേഷം തോളിലേറ്റുവാൻ നിങ്ങളിൽ എത്ര പേര് തയ്യാറാ? യഥാർത്ഥമായി ക്രിസ്തുവിനെ ആരാധിക്കാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാ? യഥാർത്ഥമായി ആരാധന ആലയത്തിൽ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, ഇന്ന് എനിക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചിട്ട് എനിക്ക് പോകണം. ആ ഹൃദയ നിഷ്കളങ്കതയോട് ആ കുഞ്ഞാടിൻ്റെ മുഖത്തേക്കൊന്ന് കണ്ണുകൾ ഉയർത്താൻ എത്ര പേര് തയ്യാറുണ്ട്? ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ലോകത്തിൻ്റെ മുമ്പിൽ നീ കുള്ളനായാലും, ലോകത്തിൻ്റെ മുമ്പിൽ നീ ടാക്സ് കളക്ടർ ആയാലും, ലോകത്തിൻ്റെ മുമ്പിൽ നീ പാപിയാണെങ്കിലും, ദൈവം നിന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയിൽ നീ വിശ്വസ്തനായി നിൽക്കുമെന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, ഒരു നന്മയുണ്ടെന്ന് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യം നീതിമാന്മാരെ അല്ല, ദൈവത്തിന് ആവശ്യം തന്നെ തേടി വരുന്ന ആരെന്തെയും, അവന് നീളമോ വണ്ണമോ അവൻ്റെതായ അവൻ കളറോ അവൻ്റെ പാരമ്പര്യമോ അവൻ ഏത് രാജ്യക്കാരനാണെന്നോ അവന് സമ്പത്തുണ്ടെന്നോ അവൻ എന്തുണ്ടെന്നോ ഇതൊന്നും യേശുവിന് ആവശ്യമില്ല. യേശുവിന് ആവശ്യം ആരവനെ തേടി വരുന്നുണ്ട്. Who is ready to prepare and ready to make a preparation, he is going to make a good product out of that. അത്രേ ഉള്ളൂ. എനിക്ക് ഒറ്റ കാര്യം പിടികിട്ടി. അവൻ സക്കായി ഒത്തിരി കാര്യമൊന്നും ചെയ്തില്ല. അവൻ യേശുവിനെ കാണണമെന്നൊരാഗ്രഹത്തോട് ആ മരത്തിലൊന്ന് കയറി ചെടികളുടെ ഇടയിൽ അവൻ ഒളിച്ചിരുന്നു. എത്രയോ ആയിരങ്ങൾ അതിന്റെ ചുറ്റും നിപ്പുണ്ട്. യേശു നടന്നു പോകുമ്പോ എത്രയോ ആയിരങ്ങൾ ആ വഴിയോരത്ത് നിപ്പുണ്ട്. ആരുടെ വീട്ടിൽ പോകാൻ യേശു ഇഷ്ടപ്പെട്ടില്ല. യേശു ഇഷ്ടപ്പെട്ടത് ഈ പാപിയായ മനുഷ്യന്റെ വീട്ടിൽ പോകാൻ. ഹല്ലേലൂയ. നിങ്ങളെക്കാൾ മിടുക്കന്മാർ എത്ര പേര് ഈ പട്ടണത്തിലുണ്ട്? നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവർ, നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, നിങ്ങളെക്കാൾ വാഗ്ജ്ഞാനികൾ, ജ്ഞാനികളായ എത്ര പേര് ഇവിടെ ഉണ്ട്? പക്ഷെ യേശു നിന്റെ വീട്ടിൽ വന്നില്ലേ? യേശു നിന്റെ വീട്ടിൽ വന്നില്ലേ? Are you ready to walk with him? ഞാൻ വിശുദ്ധനായിട്ടല്ലേ യേശു എന്നെ തേടി വന്നത്. ഞാൻ പാപിയായിരുന്നപ്പോ യേശു എന്നെ തേടി വന്നു. ഞാനത് വിശ്വസിക്കാം. Are you ready to believe that? ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ലേ യേശു എന്നെ തേടി വന്നത്. ഞാൻ നീതിമാനായതുകൊണ്ടല്ലേ യേശു എന്നെ തേടി വന്നത്. I had a desire in my heart to see Christ. എനിക്ക് ക്രിസ്തുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം ഉണ്ടായി. സഭായോഗത്തിനൊന്ന് പോകാം, ആ യോഗത്തിനൊന്ന് പോയി അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ആഗ്രഹം എനിക്ക് തോന്നി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ പോയിരുന്ന അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ ജനറൽ ആയിട്ടൊരു കാര്യം പറയാം. എത്രയോ മാതാക്കൾ,
എത്രയോ സഹോദരന്മാർ രക്ഷിക്കപ്പെടുവാനുണ്ടായ കാരണം ഒന്നും അറിയത്തില്ല. അവർക്ക് വേദശാസ്ത്രം ഒന്നും അറിയത്തില്ല. ദൈവവചനം വായിച്ച് പഠിച്ച് രക്ഷിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വചനത്തിന്റെ സത്യം മനസ്സിലാക്കി രക്ഷയും സ്നാനവും ഏറ്റ ഒരുപാട് ദൈവമക്കളുണ്ട്. പക്ഷേ മജോറിറ്റി ആൾക്കാർ ഒന്നും അറിയാതെ ഏതോ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് പോയിരുന്നതാ. ഒന്നും അറിയാതെ യേശുവേ എന്നൊന്ന് വിളിച്ചതാ. യേശുവേ എന്നൊന്ന് വിളിച്ച വിളി എത്രയോ ദൂരത്ത് നിന്ന് അവൻ ആ വിളി കേട്ടു. നിനക്കറിയത്തില്ല എങ്ങനെ രക്ഷിക്കപ്പെടണമെന്ന്. സ്നാനം എന്തെന്ന് നിനക്കറിയത്തില്ല, മാനസാന്തരം എന്തെന്ന് അറിയത്തില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം പോലെ നിനക്ക് കാണാതെ അറിയത്തില്ല. പക്ഷെ എന്തോ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായി, യേശു എന്നെ സൗഖ്യമാക്കും, യേശു എന്റെ വേദന മാറ്റും, യേശു എന്നെ വിടുവിക്കും, എന്റെ പ്രശ്നത്തിന് യേശു ഒരു പരിഹാരം തരും. ആരോ പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ ഒരു കേൾവി, ആരോ നിന്നോട് പറഞ്ഞ ഒരു ശബ്ദം നിന്റെ ചെവിയിൽ മുഴങ്ങി. നീ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നിന്റെ ആ വിളിക്ക് യേശു മറുപടി തരും. കുഞ്ഞ്, പലപ്പോഴും നീ ഒന്നും അറിയാത്തവനായി യേശുവേ എന്ന് വിളിച്ച സ്ഥാനത്ത് നിനക്ക് വേണ്ടി യേശു ഇറങ്ങി വന്നില്ലേ? ഒന്നും അറിയാത്തവനായി അപ്പാ ആരുടെയോ കൂട്ടത്തിൽ, ഏതോ ഒരു ആരാധന യോഗത്തിൽ, ഏതോ ഒരു സഭായോഗത്തിൽ, ഏതോ ഒരു പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. കണ്ണും തുറന്ന് അപ്പുറത്തോ ഇപ്പുറത്തോ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ ഒന്നും അറിയാത്തവരായി നീയും കൈതട്ടി, ഒന്നും അറിയാത്തവരായി നിന്റെ വാ തുറന്നു, എന്തൊക്കെയോ നീയും പറഞ്ഞു. സ്വർഗം നിന്നെ കണ്ടു, സ്വർഗം നിന്നെ കണ്ടു. ആയിരങ്ങൾ യേശുവിനെ അറിഞ്ഞത് തിയോളജിയൻസ് ആയിട്ടല്ല, വേദശാസ്ത്രജ്ഞന്മാരായിട്ടല്ല. ആയിരങ്ങൾ യേശുവിനെ അറിഞ്ഞത്, എന്റെ മാതാപിതാക്കൾ യേശുവിനെ അറിഞ്ഞത് അവർ ബുദ്ധിശാലികളായിരുന്നിട്ടല്ല, അവർ പാവം പിടിച്ചവരായിരുന്നു, ഒന്നും അറിയാത്തവരായിരുന്നു. ഒരു കൂട്ടായ്മയെ കടത്തിയത് യേശു നല്ലവനെന്നുള്ളൊരു വാക്ക് കിട്ടി. അവരാ വാക്കിൽ കയറി പിടിച്ചു. യേശു നല്ലവനാണ്, യേശു നല്ലവനാണ്. ഇത് തന്നെയാണ് ആ സക്കായിയും ചെയ്തത്. അത് വഴി വരുന്ന യേശുവിനെ ഒന്ന് കാണണം. അതിൽ കൂടുതൽ വലിയ ആഗ്രഹമൊന്നും അവനില്ലായിരുന്നു. യേശുവിനെ കാണുന്നതിന് മുമ്പ് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല, എന്റെ ഉള്ളതിന്റെ നന്മയെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാവുന്നു, വല്ലതും പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങി മടക്കി കൊടുക്കാവുന്നൊന്നും അവൻ ഒരിക്കലും ചിന്തിച്ചത് പോലുമില്ല. പക്ഷെ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി, ഞാനൊരു പാപിയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആരോടൊക്കെയോ സംസാരിക്കുന്നു. നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ല, കർത്താവ് നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുക. നീ പ്രവചനം പറയുവാൻ ആഗ്രഹിച്ചതല്ല, ദൈവം നിന്നെ ഒരു പ്രവാചകനായി കണ്ടിരിക്കുക. നീ ഒരു രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചവനല്ല, ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവം അതിനെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുക. He wants to change your entire your life journey. He is sending you through a process. ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് ആ മരത്തിലേക്ക് കയറിയ യേശുവിനെ ഒന്ന് കാണാൻ പറ്റും. യേശു സക്കായോട് പറയും, കുഞ്ഞ് നീ വേഗത്തിലൊന്ന് ഇറങ്ങി വാ, ഞാൻ ഇനി ഈ മരത്തെ കയറേണ്ടിയവനാ. നീ മരത്തെ നിന്ന് കയറി, പക്ഷെ ഞാൻ ഇതിനേക്കാളും വലിയൊരു മരത്തെ കയറേണ്ടവനാ. ഇന്നലെ ശപിച്ചതായ അത്തിമരം ഇന്നൊരു അനുഗ്രഹമായി മാറി. ചില ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു അതുവഴി കടന്നുപോയപ്പോൾ അത്തിമരം നോക്കി, അതിൽ ഫലമൊന്നും കാണാഞ്ഞതുകൊണ്ട് അതിനെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. അടുത്ത അത്തിമരത്തിൽ സക്കായി കയറി, അത് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. കർത്താവിന് അത്തിമരവും പ്രശ്നമല്ല,
കർത്താവിന് ഇലകളും പ്രശ്നമല്ല, ദൈവത്തിന് നിന്റെ ഹൃദയമാണ്. Are you ready to open your heart before the Lord this morning? Would you like to say to Christ, Lord, here am I, holy Lord, I want to be available before you. നമ്മുടെ മൂടുപടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, നമ്മുടെ മുഖം, നമ്മുടെ മാസ്ക്, നമ്മുടെ മൂടുപടമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, stand before Christ and say, Lord, here am I, Lord. നിന്റെ ജീവിതത്തിന്റെ ഓരോ നിലവിളിയും കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ അവസ്ഥയെ മനസ്സിലാക്കി നിന്റെ വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവുണ്ട്. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what needless pain we bear me. Oh, what needless pain we bear. All because we do not everything to God in prayer. Every trials and temptations is the trouble anyone. We should never be discouraged. Take it to the Lord in prayer. Can we find a friend so faithful? Oh, with all our sorrow share. Jesus knows every weakness. Take it to the Lord in prayer. Are we weak and heavy laden? Come with the Lord of care. Precious Savior, still our refuge. Take it to the Lord in prayer. Do thy friends despise, forsake thee? Oh, take it to the Lord in prayer. There is answer, take and shield. Thou wilt find his daughters there. What a friend we have in Jesus. Oh, our sins and griefs to bear. What a privilege to carry everything
everything to God in prayer. ഇന്ന് പകൽ ഞാൻ ദൈവസ്നേഹത്തിൽ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ. If you are ready to make process for Christ to visit you, He will make you a good product. Many of us, we want to see the product, but we are not ready to go through the process. Zacchaeus, he prepared a process for Christ to make him as a product. Though he didn't know that he is going to be a good product, but he prepared a process. Because he was ready to climb down that fig tree. He was not ready to stand along with the crowd. He wants to move away from the crowd, keep the distance from them, and ready to climb on that tree. And he prepared a process. Christ had seen far away that, and he went into his house, made him as a good product. He was very short. He was a tax collector. He was a sinner. But he became as a good product in the hands of God. Dear church, you may go through the situation in your life such a way you are thinking that I am not worthy. I am not able to stand. That's right. Today you just surrender your life. Come down from that tree. Come down from where you are hiding. Come down where you are, sitting in your kingdom that you are thinking that this is the world where I make money and enjoy my life. No, you just come out from that, come down from that, humble yourself before the Christ. He will get into your boat. He will come to your house and you make you as a good product. Just surrender our life. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കർത്താവിന്റെ വേല ചെയ്യാം. Lord, I would like to serve you. Whatever the way which I could able to. I am ready, O Lord. You don't have to have all theological knowledge to carry the light of Christ to this darkened world. You just humble yourself and say to Christ, Lord, here am I. God can use you. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയും. നീ ജ്ഞാനിയാകണമെന്നില്ല. നീ 7 അടി ഉയരമുള്ളവൻ വേണമെന്ന് നിർബന്ധമില്ല. നീ പാപിയല്ലാത്തൊരു മനുഷ്യനാകണമെന്നും നിർബന്ധമില്ല. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യേശുവിന് വേണ്ടി മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദേശത്തൊരു ലൈറ്റ് ഹൗസ് ആക്കി മാറ്റും. നിന്റെ ഭവനം ഒരു അനുഗ്രഹത്തിന്റെ ഭവനമായി മാറും. ഞാനെന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ ഇന്ന് പകൽ എത്ര പേരുണ്ട്? കർത്താവിന് വേല ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് പറയുവാൻ എത്ര പേരുണ്ട്? I want to surrender my life for Christ. ഒരു നിമിഷം അക്കരങ്ങളൊന്ന് ഉയരാവോ? കർത്താവേ, നിന്റെ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹം. നീ അയക്കുന്നിടത്തൊക്കെ പോയി നിനക്ക് വേണ്ടി സാക്ഷിയാകാൻ എനിക്ക് ആഗ്രഹം. ഈ ലോകത്തിന്റെ ധനമോ പദവിയോ ഈ ലോകത്തിന്റെ മഹത്വമോ എനിക്ക് വേണ്ട. യേശു എനിക്ക് മതി എന്ന് പറയുവാൻ Are you ready to surrender your life? ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ധാരത്തിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാവും. I know this word is speaking to you. ദൈവത്തിന്റെ വചനം അനേകരോട് ഇന്ന് പകൽ സംസാരിക്കുന്നുണ്ട്. യേശുവേ, നീ പോയിക്കൊള്ളൂ, ഞാൻ പുറകെ വരാമെന്നല്ല സക്കായി പറഞ്ഞത്. അവൻ വേഗത്തിൽ ബന്ധപ്പെട്ട ആ മരത്തിൽ നിന്ന് ഇറങ്ങി. കർത്താവ് നിന്റെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ചില ബന്ധപ്പാടുകൾ ആവശ്യമാണ്.
ചില ബന്ധപ്പാടുകൾ ആവശ്യമാണ്. Have to come fast. Have to come fast. Say to Christ, Lord, here am I. You may not know anything in your life, but God can use you as a good product. എത്രയോ ഭക്തന്മാരെ എഴുതാനും വായിക്കാനും പോലും അറിയാൻ വയ്യാത്ത, കണ്ണ് കാഴ്ചയില്ലാത്ത എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്മാർ ഈ ഭാരത മണ്ണിൽ സുവിശേഷത്തിന് വേണ്ടി അവര് കത്തിയെരിഞ്ഞു. വീടും ധനവും സമ്പത്തും ഒന്നും വലുതായി കാണാതെ എല്ലാം കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് സുവിശേഷത്തിന് വേണ്ടി വീടും വയലും സകലതും ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ധീരപടയാളികളായി ഈ ക്രൂശ് ചുമന്ന് എത്രയോ ആയിരക്കണക്കിന് ഭക്തന്മാർ ഈ ഭാരതത്തിലുണ്ട്. എത്രയോ മിഷണറിമാർ അനേക നാടുകളിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചു. അവരുടെ രക്തം അവരവിടെ സുവിശേഷത്തിന് വേണ്ടി അവരൊഴിച്ചു വിട്ടു. ഒന്നും നേടാത്തവരായി, ലോകമറിയാത്തവരായി, ലോകം ആഗ്രഹിക്കുന്നതായി ഒന്നും എത്തിപ്പിടിക്കുവാൻ കഴിയാത്തവരായി, നിന്ദകളും അവമാനം സഹിച്ചവരായി എത്രയോ പേര് മരണപ്പെട്ടു. എത്രയോ ഗ്രഹാം സ്റ്റെയിൻസ്മാർ, എത്രയോ മിഷണറിമാർ ഒറീസയിലും ബീഹാറിലും ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റുകളിലും ഈ ഭാരത മണ്ണിൽ സുവിശേഷത്തിന് വേണ്ടി കത്തിയെരിയപ്പെട്ടു. ലോകത്തിൽ അവരാരുമായിരുന്നില്ല. ഇന്ന് പകൽ ഈ യേശുവിന് വേണ്ടി ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുവാൻ നീ തയ്യാറാകും? Are you ready to open your heart for Christ? ഈ സുവിശേഷത്തിന് വേണ്ടി വേർതിരിയപ്പെടുവാൻ എത്ര ദൈവമക്കൾ തയ്യാറാണ്? ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഉയർത്തപ്പെട്ട കരങ്ങളെ ഞാൻ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നേടുവാനൊന്നുമില്ലപ്പാ. ഈ ലോകം ഇന്ന് കണ്ട് നാളെ വാടുന്ന പുഷ്പങ്ങളെ പോലെയാണ്. ഇവിടെ വലുതെന്ന് പറയുന്നത് ഒന്നും ഞങ്ങൾക്ക് വലുതല്ല പിതാവേ. ആ നിത്യതയുടെ തുറമുഖത്ത് എന്റെ കർത്താവിന്റെ പൊന്നുമുഖം കാണുന്നു. ആ മുഖമൊന്ന് ചുംബിക്കണം. ആ ദർശനത്തോടെ ഞങ്ങളുടെ ഓട്ടം ഓടുവാൻ കൃപ തരണമേ. ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരുവാനിടയാകാതെ ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസ ഉണ്ടാകേണ്ടതിന് ദൈവമക്കൾക്ക് മുഖാന്തരമാകണമേ. പ്രസംഗിച്ച ഞാനും പ്രസംഗം കേട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ ദൈവം തരണമേ. ഈ നാളിൽ ക്രിസ്തുവിനെ ധരിക്കുന്നവരായി, ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമേ. പ്രസ്ഥാനത്തെ ഉയർത്താനല്ലപ്പാ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. യേശുവിന് വേണ്ടി ജീവിച്ച്, യേശുവിന് വേണ്ടി മരിച്ച്, യേശുവിന് വേണ്ടി മാറ്റപ്പെടുവാൻ വലിയ ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്തപ്പെട്ട എല്ലാ കരങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥയെക്കാൾ ഉപരി ഞങ്ങളുടെ ഹൃദയത്തെ കാണുന്ന ഒരു കർത്താവാണല്ലോ. ലോകം ഞങ്ങളെ ചുങ്കക്കാരെന്നും, ലോകം ഞങ്ങളെ പാപികളെന്നും, ലോകം ഞങ്ങളെ റോമൻ ജനതയുടെ ടാക്സ് കളക്ടർ എന്നും ഒക്കെ വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് എന്റെ വീട്ടിലേക്ക് വരുവാൻ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നീ എന്റെ ഭവനത്തിൽ വന്നതിന് നന്ദി കർത്താവ്. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തെ അനുഗ്രഹിക്കും. ഉയർത്തപ്പെട്ട കരങ്ങളെ അനുഗ്രഹിക്കും. കേൾക്കപ്പെട്ട വചനം ആർക്കും ശിക്ഷാവിധിക്ക് കാരണമാകാതെ അനുഗ്രഹത്തിന് കാരണമാകുവാൻ ദൈവം സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. കർത്താവിന്റെ തിരുമേശ്വര ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അധികം സമയം ഞാൻ എടുക്കുകയില്ല. നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു വചനം ഓർപ്പിക്കട്ടെ. കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഭാഗം ഇങ്ങനെയാണല്ലോ: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത് രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി ഞുറുക്കി, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്
നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. വചനം വളരെ വ്യക്തമായി പറയുന്നു, മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിനെയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഒരു നിമിഷം ഈ വചനങ്ങൾ ആർക്കും ആമേൻ പുതുതായി കേൾക്കുന്നതല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മളെല്ലാവരും. നമ്മൾക്ക് ഈ വചനം നന്നായിട്ടറിയാം. ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാനസാന്തരപ്പെടേണ്ട ഏതെങ്കിലും ഒരു മണ്ഡലമുണ്ടെങ്കിൽ, എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. Let's everybody close your eyes before the presence of God. Ask to the Lord, God, I need a repentance. Any areas of my life, oh God, I am ready to surrender my life. Let's everybody close your eyes and pray to Christ and say that, here I am, Lord, I surrender my life. Thank you, Jesus. തന്നെ താൻ ശോധന ചെയ്യണം. അടുത്തിരിക്കുന്ന ദൈവത്തിലെല്ലാം നീ ശോധന ചെയ്യണം. Don't examine the brother or sister who is sitting next to you. You just examine yourself. കർത്താവിന്റെ മേശമേൽ ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാർ ദയവായി മുൻപോട്ട് വരുവാൻ ഞാൻ ദൈവ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ആമേൻ. ജോഷുവ ചായൻ, ബിന്നി ബ്രദർ, ആമേൻ, പാസ്റ്റർ ദയവായിട്ട് വന്നാണ്. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സ്വഭാവം എന്തിലുണ്ടോ, നമ്മളിലുണ്ടോ? ആരോടെങ്കിലും നമുക്ക് പിണക്കമുണ്ടോ? ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? ആരോടെങ്കിലും നമുക്ക് വാശിയുണ്ടോ? ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് അങ്ങനെയൊന്നും ഒരു സ്വഭാവം ഇല്ലായിരുന്നു കേട്ടോ. So simple, so sincere. അവന്റെ ഒരു മുഖം തടിച്ചപ്പോൾ അവൻ മുഖം മറു കാരണം അവൻ കാണിച്ചു. അവനെപ്പറ്റി എല്ലാ നിന്ദയും അപമാനവും കളവായി സംസാരിക്കുന്നു. അവനാൽ ഉരിയാടാതെ ഊമനായി അവനവിടെ നിന്നു. അറുക്കുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ നമ്മുടെ യേശു തന്നെ ചുറ്റി പരിഹസിച്ച് തനിക്ക് വിരോധമായി സംസാരിക്കുന്നത് കേട്ട് അവൻ മിണ്ടാതെ നിന്നു. നമ്മളെ പറ്റി പലരും ഇല്ലായ്മ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാറില്ലേ? നമുക്ക് കോപം വരാറില്ലേ? നമുക്ക് അവരോട് വാശിയില്ലേ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ, കർത്താവേ നീ ഇതൊക്കെ കാണുന്നില്ലയോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ദൈവത്തിലെ നീ വിട്ടുകള. നിന്നെ പറ്റി എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നീ സന്തോഷിക്ക. നമ്മുടെ യേശുവിനോടും അങ്ങനെ തന്നെയായിരുന്നു. എത്രയോ പേര് യേശു സൗഖ്യമാക്കി, എത്രയോ പേർക്ക് യേശു വിടുതല കൊടുത്തു. ഏത് കൈ കൊണ്ട് അവരപ്പം തിന്നോ ആ കൈ കൊണ്ട് അവര് യേശുവിന് നേരെ ചൂണ്ടി. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഉരിയാടാതെ ഊമനായവൻ നിന്നു. അവര് ചോദിച്ചു, നീയാണോ ഇസ്രായേലിലെ രാജാവ്? നീ നിന്നെ തന്നെ രക്ഷിക്ക. ഇതൊക്കെ കേൾക്കുമ്പോഴും സർവശക്തനായ ദൈവം ഒരു ഉരിയാട പ്രാണിയെ പോലെ, ഒരു പൊട്ടനെ പോലെ, ഒന്നും അറിയാത്തവനായി അവരുടെ മുമ്പിൽ തല കുനിച്ചവിടുന്നു. പലപ്പോഴും ഞാനും നിങ്ങളും ഈ പ്രോസസ്സിൽ കൂടെ പോകാറില്ലേ? നിങ്ങളെ പറ്റി പലരും പലതും കളവായി പറയും. നമുക്ക് ദേഷ്യം വരാറില്ലേ? ഇന്ന് പകൽ നമ്മുടെ യേശുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. Just forgive to them. Just bless them. അവരെ അനുഗ്രഹിക്കുക. മനഃപൂർവ്വമായി അവരോട് ക്ഷമിക്കുക. ഹല്ലേലൂയ. കോപവും വാശിയും ദേഷ്യവും ഒക്കെ കള, ഒക്കെ എടുത്ത് കള.
കുറ്റം പറയുന്ന സ്വഭാവം നമ്മളിൽ നിന്ന് മാറട്ടെ. മറ്റുള്ളവരെ പറ്റി ആവശ്യമില്ലാതെ പറയുന്ന സ്വഭാവം നമ്മളിൽ നിന്ന് മാറട്ടെ. Have Christ-minded person. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നമുക്ക് മാറാം. Be humble in the presence of God. Be humble before the people. യേശു എത്ര ശക്തനായ ദൈവമാണ്, പക്ഷെ എത്ര ഹമ്പിളായിട്ടാണ് പീലാത്തോസിന് മുമ്പിൽ ഇരിക്കുന്നത്. എത്ര ഹമ്പിളായിട്ടാണ് തന്നെ പിടിക്കാൻ വന്ന പടയാളികളുടെ മുമ്പിൽ യേശു നിൽക്കുന്നത്. തന്നെ കാണിച്ചു കൊടുത്ത യൂദായുടെ മുമ്പിൽ യേശു, സഹോദര, സ്നേഹിത, നമുക്ക് പറയാൻ പറ്റുമോ? 3.5 വർഷം കൂടെ നടന്നിട്ട്, ചങ്ക് തുറന്നു കൊടുത്തിട്ട്, ഒറ്റിക്കൊടുക്കുമ്പം സ്നേഹിത, സഹോദര, പറയാൻ പറ്റുമോ? ഇന്ന് പകൽ നമുക്കൊന്ന് ആ യേശുവിലേക്ക് നടത്തി എന്തെങ്കിലും ദൈവസന്നിധാനത്തിൽ ക്ഷമാപണം ചെയ്യണമെന്ന് ഒരു നിമിഷം നമ്മളോട് തന്നെ കർത്താവിന്റെ സന്നിധാനത്തിൽ എന്ന് പറയാം. കർത്താവേ, forgive to me all Lord. Ask sorry to the Lord. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അവന്റെ ശരീരം തകർക്കപ്പെട്ടു. ഈ കോതമ്പ് മണി എങ്ങനെ ഒരു അപ്പമായി മാറ്റപ്പെട്ടുവോ, അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം ആ ചൂടേറിയ ബോർമയിൽ കൂടെ കടന്നുപോയി വെന്ത് 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 പുറത്തു വന്നതാണ് ജീവന്റെ അപ്പമായ ക്രിസ്തു. അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി ഓർത്തുകൊണ്ട് വേണം ഈ അപ്പം ഞുള്ളി ഭക്ഷിക്കുവാൻ. നിങ്ങൾ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പം കാൽവരി നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം, ആ രക്തം നിങ്ങൾ ഹൃദയത്തിൽ ഓർത്തുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും വേണം ഈ വീഞ്ഞ് നിങ്ങൾ കുടിക്കുവാൻ. ഇതിന് വസ്തുമാറ്റമില്ലെങ്കിലും അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. ഇന്ന് പകൽ ഒരു നിമിഷം ഒന്ന് സമാധാനത്തോടെ ആ ക്രൂശിന്റെ അരികിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാൻ കഴിയട്ടെ. ദേവേശ യേശുബാരാ ജീവനെ നീ എനിക്കായി, അക്കരകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി. യേശുബാരാ ജീവനെ നീ എനിക്കായി, ഓ ജീവനേറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പനീ മരിച്ചു, ഓ നിത്യജീവൻ കൊടുപ്പനായി നീ മരിച്ചു, ഓ ഗതസമന ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ ഗതസമന ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യതയിൽ ആയിട്ടും അവനിഷ്ടം നടപ്പതി അനുസരിച്ചു, അവനിഷ്ടം നടപ്പതി അനുസരിച്ചു. പീലാത്തോസെന്നവനു വിലമതിച്ചു കുരിശിൽ
കുരിശേൽപ്പിച്ചു. വിലമതിച്ചു കുരിശേൽപ്പിച്ചു. തലയിൽ മുള്ള മുടിയും വശു പലർ പല പാടുകൾ ചെയ്തു നിന്നെ. പലർ പല പാടുകൾ ചെയ്തു നിന്നെ. ദേവേശ യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞു. ദേവേശ യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുക്കാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുക്കാനായി നീ മരിച്ചു. ഞങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ നീ തകർക്കപ്പെട്ടു. നിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി അപ്പവുമായി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. ഹൽദായ കൽത്തളം മുതൽ കാൽവരുടെ കൊലമരം വരെയും നിന്റെ മാംസം അവരടിച്ച് പരിച്ച് ചാട്ടവാറിനാൽ അവര് ഞുറുക്കിയെടുത്തു. ഞങ്ങൾക്കായി തകർക്കപ്പെട്ട ഈ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി അപ്പത്തെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങൾക്കായി ഊറ്റപ്പെട്ടതായ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി ഈ പാനപാത്രം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്ന പിതാവേ, കാട്ടിച്ച നായ്ക്കൾ കൂട്ടമായി ഒരാട്ടുകൊറ്റനെ പിടിച്ചതുപോലെ പിച്ചിക്കേറിയ ശരീരത്തിൽ നൂറ്റി വീണതായ രക്തം അക്കാലുകളുടെ കൊലമരം മുഴുവനും ആമേൻ ഊറ്റിത്തന്നത് കൊണ്ട് മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി അവിലാപ്പുറത്തുനിന്ന് അവസാനത്തുള്ള രക്തം തന്നു. ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഈ പാനപാത്രത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങളിൽ നിന്ന് ഭക്ഷിക്കുമ്പോ കുടിക്കുമ്പോൾ വിടുതലും അനുഗ്രഹവുമായി തീരുവാൻ സഹായിക്കും. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലിഞ്ഞുറുക്കി, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നവൻ കൽപ്പിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമല്ലയോ, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നവൻ കൽപ്പിച്ചു. അപ്പത്തെ ഞുറുക്കി ശിഷ്യന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അതിനുശേഷം അവൻ പാനപാത്രം എടുത്തു. ഇത് നിന്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെ ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നവൻ കൽപ്പിച്ചു. കണ്ടോ ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടോ ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ
ജ്ഞാനത്തിൻ പൂർണ്ണതയെ സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയെ പകരമെന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നു വാഴ്ത്തിടും സൃഷ്ടാവേ പകരമെന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നു വാഴ്ത്തിടും സൃഷ്ടാവേ നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി പകരമെന്തോ നൽകും ഞാനിനെ അന്യത്തോളമോർമ്മിക്കും യാഗത്തെ ഓ പകരമെന്തോ നൽകും ഞാനിനെ അന്യത്തോളം ഓർമ്മിക്കും യാഗത്തെ ആടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ ആടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരമെന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനാ പകരമെന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനാ ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീൻ എന്ന് പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പത്തിന്റെയും ശരീരത്തിന്റെയും രക്തത്തിന്റെ ഓർമ്മയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ അപ്പവും ഇതുപോലെ വീഞ്ഞിലും നമുക്ക് പങ്കാളികളാകുവാനിടയാകട്ടെ. പ്രിയദൈവമക്കളെ, മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു. ഇത് വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് താമസവിന ആകാശമേഘങ്ങളിൽ വെളിപ്പെടും. അതിൻ്റെ വരവിൽ പ്രത്യാശയോട് നമുക്ക് കാത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായ അനേക പ്രിയപ്പെട്ടവർ ഈ സത്യത്തിലേക്ക് വരാതെ സ്നാനമേൽക്കാത്തവരായിട്ടുണ്ട്. അവരും വേഗത്തിൽ യേശുവിനെ അറിയുവാനിടയാകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് വിശ്വാസത്തോടെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവം അതിനായി സഹായിക്കട്ടെ. നമ്മളെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ ഈരടി പാടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യക്കുള്ള മിഷൻ ഫണ്ടിലുള്ള സ്തോത്ര കാഴ്ചയുമുണ്ട്. കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.